ഹലോ ഡിയസ്, വളരെ കുറഞ്ഞ സമയം കൊണ്ട് +1 മാത്സിലെ മികച്ച മാർക്കിലോട്ട് എത്താവുന്ന കുറച്ച് സ്ട്രാറ്റജീസ് ആണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഫീൽഡിൽ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അഡ്ഡപടലം പൊട്ടിയവരെ വരെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് മികച്ച മാർക്കിലോട്ട് എത്തിക്കുവാൻ മുൻ വർഷങ്ങളിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സോ ആ എക്സ്പീരിയൻസ് വെച്ചാണ് ഈ വീഡിയോയിൽ കാര്യങ്ങൾ സ്ട്രാറ്റജീസ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. സോ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക, കാരണം നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിട്ടുള്ള ഓഫർ, നമ്മുടെ ബാച്ചിലെ റെക്കോർഡഡ് വീഡിയോസ് പ്ലസ് ലൈവ് സെഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യുവാനുള്ള ഒരു സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു ഓഫർ കൂടി ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട് പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ്. മാത്രമല്ല, എങ്ങനെ പഠിക്കണം, ഏത് ചാപ്റ്റർ ആദ്യം പഠിക്കണം, പിന്നീട് ഏത് പഠിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ഓർഡർ പറയുന്നുണ്ട്. കാരണം ഇങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറൗണ്ട് A+ എത്താവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പിന്നീട് കൂടുതൽ വേണ്ടവർ ആ രീതിയിൽ അതിനകത്ത് മുന്നോട്ടേക്ക് വീണ്ടും അവർക്ക് ആ ഒരു കോൺഫിഡൻസോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ A+ഉം അതിനപ്പുറവും നിങ്ങൾക്ക് നേടാവുന്നതാണ്. സോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്, നോക്കാം നമുക്ക്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിനകത്ത് നിങ്ങളുടെ വെയിറ്റേജുമായി ബന്ധപ്പെട്ട്, ഇതിപ്പോൾ 2025 വെയിറ്റേജ്, 26 ഇനി അത് എങ്ങനെയായിരിക്കും, 24 എങ്ങനെയായിരുന്നു, 2025 മോഡലും പബ്ലിക്കും തമ്മിൽ മാറ്റം വന്നോ എന്നെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ വെയിറ്റേജ് മാത്രം നോക്കിയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്, കാരണം വെയിറ്റേജ് മാറുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, പൊതുവെ സെറ്റ്സിന്ന് ഒരു 4, 5 ഒക്കെയാണ്, 5 ഒക്കെ പ്രതീക്ഷിക്കാം. പക്ഷേ ഇവിടെ 7 ആയി. അപ്പം 4-ൽ നിന്നും ഒരു 7-ലേക്ക് വരെ ജമ്പ് വന്നു. പലപ്പോഴും 4 മാർക്കൊക്കെയാണ് സെറ്റ്സ് എന്ന് കാണാറുള്ളത്, ചിലപ്പോൾ 5 ആകാം. എന്നിരുന്നാലും 7 ഒക്കെ എന്ന് പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ വർഷം വെയിറ്റേജിൽ അതിനകത്ത് വലിയ ഒരു ചേഞ്ച് അവിടെ വന്നത് കാണിക്കാം. അപ്പോൾ ചില ചാപ്റ്റേഴ്സിൽ വെയിറ്റേജ് മാറ്റം വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒപ്പം ഇനി ഏത് പഠിക്കണം അതിലോട്ട് നമുക്ക് വരാം. അപ്പം ഇതിനകത്ത് നമ്മൾ പറയുമ്പോൾ ഞാൻ ആദ്യം നിങ്ങൾ ഏത് ചാപ്റ്റർ പഠിക്കണം എന്നാണ് പറയാമെന്നറിയോ? ഏത് ചാപ്റ്റർ നിങ്ങൾ പഠിക്കണം? ഇതിനകത്ത് നിങ്ങൾക്ക് സെറ്റ്സ് പഠിക്കാം. സെറ്റ്സ് അങ്ങ് സ്റ്റാർട്ടിങ് ചാപ്റ്റർ അല്ലേ, മാത്രമല്ല അത് അത്യാവശ്യം എളുപ്പമാണ്, വളരെ സിമ്പിളാണ്. ഡി മോർഗൻസ് ലോ, അതിൻ്റെ വെരിഫിക്കേഷനെ കാര്യങ്ങൾ, പിന്നെയും കുറച്ച് സെറ്റ് ബിൽഡർ ഫോം ആയിരിക്കും ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. എന്നിരുന്നാലും അത് വളരെ ഈസി ചാപ്റ്ററാണ്. കാരണം സെറ്റ്സ് പഠിച്ചാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മറ്റ് ചില ചാപ്റ്റേഴ്സ് കൂടി എളുപ്പമായി വരും. സോ അതുകൊണ്ട് ഞാൻ ആദ്യം സെറ്റ്സ് തന്നെയാണ് പറയുക. പിന്നെ അത് പഠിച്ച ഉടനെ തന്നെ റിലേഷൻസ് എന്നുള്ള ആ ഒരു ഭാഗം പഠിക്കാം. ഫംഗ്ഷൻ ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാകും, അങ്ങനെ അത് ടൈം കൺസ്യൂമിങ് ആണെങ്കിൽ തൽക്കാലം ഫംഗ്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങ് മാറ്റി വെച്ചിട്ട് റിലേഷൻ അങ്ങോട്ട് സെറ്റ് ആക്കൂ. അപ്പോൾ സെറ്റും റിലേഷനും വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നതാണ്. സോ അപ്പം തന്നെ അറൗണ്ട് നിങ്ങൾക്ക് അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ അറൗണ്ട് 11 അതിനകത്ത് എത്താൻ സാധിച്ചില്ലേ നോക്കൂ, നിങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട്. മാത്രമല്ല, ഇനി നിങ്ങൾ ഇതിലോട്ട് പോകണം. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ്. പേര് കേട്ട് നിങ്ങൾ വലുതാണെന്ന് വിചാരിക്കേണ്ട, അതൊരു വളരെ സിമ്പിളാണ്. വളരെ പെട്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർക്കും ആൻസർ ചെയ്യാവുന്ന ഒരു ചാപ്റ്ററാണ്. കാരണം അത് പഠിച്ചാൽ നിങ്ങൾക്ക് അത് മാത്രമല്ല, അത് കഴിഞ്ഞാൽ നേരെ പ്രോബബിലിറ്റിയിൽ വന്നാൽ അതും അതിൻ്റെ ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ സെറ്റ്സും പ്രോബബിലിറ്റിയിൽ വരുന്നുണ്ട്, പെർമ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പ്രോബബിലിറ്റിയിൽ വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും സെറ്റായാൽ തന്നെ പ്രോബബിലിറ്റി ഏകദേശം ആയി എന്നുള്ളതാണ്. അപ്പോൾ ഒരുമിച്ച് എത്ര മാർക്കായി? 7ഉം 4 ഇവിടെ സെറ്റ്സ് ഏകദേശം റിലേഷനും അവിടെ സെറ്റായി. 7ഉം 4ഉം 11 7ഉം എത്രയായി? 11 7 18ആയി. 18ഉം 4 22. അപ്പം തന്നെ ആയില്ലേ? വളരെ കുറഞ്ഞ സമയം കൊണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് പഠിച്ചാൽ 22. ഇനി സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാം, 28 മാർക്കായി. അപ്പോൾ വളരെ സിമ്പിളായി 28 മാർക്കിലോട്ട് എത്തിയത് കണ്ടോ. മറ്റത് നിങ്ങൾ ഇതിനകത്ത് ഇനി ഏത് പഠിക്കണം അതിലോട്ട് ഞാൻ വരാം. അതിന് മുന്നേ നിങ്ങൾ മാത്സ് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മുടെ ഈ ഫീൽഡിലുള്ള എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ വെയിറ്റേജ് കാര്യങ്ങളോടൊക്കെ വരാം, മാറുമോ കഴിഞ്ഞ വർഷം എങ്ങനെയാണെന്നെല്ലാം പറയാം. മാത്രമല്ല ഇനി ഏത് പഠിക്കണം എന്നെല്ലാം ഞാൻ പറയാം. കാരണം നിങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒരു A+ ലെവലിലോട്ട് എത്താനുള്ള കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്. കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേര് അതിനകത്ത് ജോയിൻ ആയിട്ടുണ്ട്. നിങ്ങൾക്കും ഫ്രീ ആയിട്ട് ജോയിൻ ആകാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ നിങ്ങളെപ്പോലെ ഒരുപാട് ചങ്കുകൾ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടെന്നേ, കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ജോയിൻ ആവാൻ മറക്കേണ്ട. നമുക്ക് അടിപൊളിയാക്കാം, ഒരു വൈബിൽ പഠിക്കാം. അപ്പം ഇതിനകത്ത് ഇവരൊക്കെ വന്നത് 6 മാർക്കുമായിട്ട് +2 ഫെയിലായിട്ട് അഡ്ഡപടലം ഫെയിലായി എന്ന് പറയുന്ന രീതിയിൽ. എന്ന് പറഞ്ഞാൽ ഒരു വർഷം എടുത്ത് പഠിച്ചിട്ട് അതിനകത്ത് ഇവർക്ക് ആകെ ഇതിനകത്ത് +2 കെമിസ്ട്രിയിലൊക്കെ 6 മാർക്കാണ് കിട്ടിയതെന്ന് പറയുമ്പോൾ നോക്കൂ, ഇവർ ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് അല്ലേ. എന്നിട്ട് പോലും ഇവർ നമ്മുടെ ബാച്ചിലെ സ്റ്റുഡൻ്റ് അല്ല കേട്ടോ, ഇവർ ബാച്ചിൽ ജോയിൻ ആയതാണ്. +2 ഫെയിലായിട്ട് സാറേ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പാസ്സാക്കി തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാച്ചിൽ ജോയിൻ ആയി കഴിഞ്ഞ് അവന് കോഡുകളും ട്രിക്കുകളും ആക്കിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ ഒരു 32ലോട്ട് വളരെ കുറഞ്ഞ സമയത്തേക്ക്. എന്ന് പറഞ്ഞാൽ ഇവർ എക്സാമിൻ്റെ +2 റിസൾട്ട് വന്നാൽ പിന്നെ എക്സാമിലോട്ട് വളരെ കുറഞ്ഞ ദിവസങ്ങളാണുള്ളത് ആ സമയത്ത്. എന്നിട്ടോ ഇവർ പലരും നമ്മുടെ വീഡിയോസ് യൂട്യൂബിൽ കണ്ട് ക്ലാസ് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞ് ജോയിൻ ആയത് തന്നെ പലരും ഒരുപാട് കഴിഞ്ഞിട്ടാണ് പലരും വീഡിയോസൊക്കെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ആ രീതിയിൽ. ഇനി ഈ ബാച്ചിന് ജോയിൻ ആയി ഇവരൊന്നും ബാച്ചിന് ജോയിൻ ആയതല്ല കേട്ടോ. ഇവർക്ക് അട്ടപ്പടലം പൊട്ടിയതിന് ശേഷം വന്ന് മികച്ച മാർക്കിലോട്ട് അതും കുറഞ്ഞ സമയം കൊണ്ട് എത്തിയതാണ്. എന്നാലോ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കേസ് ഇവരും ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. കാരണം എന്താ, SSLCയിൽ ഒരു സാധാരണ അത്യാവശ്യം ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റിന് പോലും SSLCയിൽ 5, 6, 7 ഒക്കെ A+ ഉണ്ടാവില്ലേ. ഇവർക്കൊരു ലാംഗ്വേജ് ഒക്കെ അങ്ങ് മാറ്റി നിർത്തിയാൽ ഒരു 4 A+, 3, 4 A+ ഒക്കെ SSLCയിൽ എന്ന് പറയുന്ന ഒരു മിനിമം A+ അല്ലേ. അപ്പം ലാംഗ്വേജ് ഒക്കെ അങ്ങ് മാറ്റി നിർത്തിയാൽ ഒരു 4 A+ ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ മിനിമമാണ്, ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്. എന്നിട്ട് പോലും കണ്ടോ +1 നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയി 52 മാർക്ക്, അതായത് ഫിസിക്സ് റിവാലുവേഷൻ കൊടുത്ത് 52 ആയി, കെമിസ്ട്രിയിൽ അറൗണ്ട് ഫുൾ മാർക്കിനടുത്ത് വന്നു, ബയോളജിയിൽ വീണ്ടും കൂടി അറൗണ്ട് ഫുൾ മാർക്കിനടുത്ത് വന്നു കണ്ടോ. എന്നാലോ മാത്സിലോട്ട് വരുമ്പോൾ മാത്സ് ഇവരുടെ സ്ട്രീം ആയിരുന്നില്ല, അവർ ലാബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രീം ആയിരുന്നു, മാത്സ് ഇവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഇനി ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ച് സൈഡായിട്ട് മാത്സ് എടുത്ത് പഠിച്ചതാണ്. വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാണ്ട്, വലിയ സീരിയസ്നെസ് ഒന്നും കൊടുക്കാണ്ട് മാത്സ് പഠിച്ചിട്ട് പോലും കണ്ടോ 45 നമ്മുടെ സ്കൂളിൽ അവർക്ക് മാത്സ് ഇല്ല, നമ്മുടെ ബാച്ചിൽ മാത്രം ജോയിൻ ആയി അഡീഷണലി അവർ പഠിച്ചതാണ്. എന്നിട്ട് പോലും കണ്ടോ. എന്നാലോ ഒരുപാട് ഇതിനകത്ത് SSLCയിലൊക്കെ ഫുൾ A+ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 7, 8, 9, 10 ഒക്കെ A+ ഉള്ളവർക്ക് പോലും പലരുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ സയൻസ് സബ്ജക്റ്റുകളിൽ +1 ഒരു വിഷയത്തിൽ പോലും പലർക്കും A+ അതിനകത്ത് നേടാൻ പലർക്കും സാധിച്ചില്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ അത് ഈ കോഡുകളും ട്രിക്കുകളും ആക്കിയിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് ക്ലാസ് നൽകിയതുകൊണ്ടാണ് ഇത്തരത്തിൽ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് പോലും മികച്ച റിസൾട്ടിലോട്ട് എത്തിക്കാൻ സാധിച്ചത്. അപ്പോൾ അട്ടപടലം പൊട്ടിയവരെ വരെ. അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഈ ഒരു കേസ്, ഇവർക്ക് +1 ഫിസിക്സിൽ 8 മാർക്കാണ്, +2 5, 7 എങ്ങാണ്ട്, +2 ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ അത് മൊത്തത്തിൽ ഫെയിൽ ആയിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആവുകയാണ്. ബാച്ചിൽ കേട്ടോ, ബാച്ചിലല്ല, ബാച്ചിൽ ജോയിൻ ആയിരുന്നെങ്കിൽ ഇവർ നേരത്തെ പാസ്സായി പോയിന് ഇതിനകത്ത്. എന്നിട്ട് ഇവർ ഒറ്റയടിക്ക് ഇവർ വന്നതോ അവസാന സമയത്താണ്, എക്സാമിൻ്റെ അവസാനത്തിലേക്കാണ് വന്നത്. അങ്ങനെ 10-12 ക്ലാസ്സുകൾ കൊണ്ട് തന്നെ ഫിസിക്സിലൊക്കെ +1 മാർക്കും +2 മാർക്കും നേടി അങ്ങനെ പാസ്സായി എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേരുടെ ലൈഫിൽ ഇത് കണ്ടോ 5-24 ഇവരൊക്കെ റിസൾട്ട് വന്നപ്പോഴേ വിളിച്ച് പറഞ്ഞ് സാറേ 5 മാർക്കുമായിട്ട് പൊട്ടിയിട്ട് ഇവരാകെ അവസാനമാണ് ജോയിൻ ആയത്, കുറച്ചുകൂടി നേരത്തെ ജോയിൻ ആയെങ്കിൽ കുറച്ചുകൂടി മാർക്ക് കിട്ടിയേനെ എന്ന് സന്തോഷത്തോടെ വിളിച്ച് പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കേസുകൾ 10, 28 അങ്ങനെ, കാരണം നമ്മൾ പഠിപ്പിക്കുന്നത് അത്രയും എഫേർട്ട് എടുത്തിട്ടാണ്. സാധാരണ നിങ്ങളിപ്പോൾ യൂട്യൂബിൽ കാണുന്ന പോലുള്ള ക്ലാസ്സുകളല്ല നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് ഡൗട്ട് ചോദിക്കാനും ക്ലാസ് മടുപ്പ് തോന്നാത്ത രീതിയിൽ അവർ പഠിക്കാനുള്ള ഒരു എനർജിയിലൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുക. നോക്കൂ നിങ്ങൾ, ഇവർ +1 ഫിസിക്സിൽ 16 മാർക്ക് ഫെയിലായിട്ട് ബാച്ചിൽ ജോയിൻ ആകാൻ വന്നതാണ്. എന്നിട്ട് കണ്ടോ കുറഞ്ഞ സമയം കൊണ്ട് ഇവർ കെമിസ്ട്രിയും ഫിസിക്സും പലരും പല സബ്ജക്റ്റുകൾ ഫെയിലായിരുന്നു ഒരുമിച്ച്. എന്നിട്ട് പോലും ഇതിനകത്ത് കണ്ടോ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇതിനകത്ത് 2 സബ്ജക്റ്റ് കൂടി പഠിച്ചെടുത്ത് ഇവിടെ 39 മാർക്കിലോട്ട് ഫെയിൽ ആയ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അറൗണ്ട് 40 മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു അതിനകത്ത് എഫേർട്ട് ഇട്ട് അവരെ പഠിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് റിസൾട്ട് വന്നത്. കാരണം സാധാരണ പഠിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ അവരെ റിസൾട്ടിലോട്ട് എത്തിക്കാൻ വലിയ പാടില്ല, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങ് പഠിച്ചോളൂ. എന്നാൽ അഡപ്പടലം പൊട്ടിയവരെ ബിലോ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെയൊക്കെ ആ രീതിയിൽ കോഡുകളാക്കിയിട്ടും ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ നമ്മൾ കോഡുകളൊക്കെ ആക്കിയിട്ടായിരുന്നു അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആകാൻ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഫ്രീ ആയിട്ട്, ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യുവാനുള്ള നമ്മുടെ റെക്കോർഡഡ് വീഡിയോസ്, ലൈവ് സെഷൻസ് ഒക്കെ ആക്സസ് ചെയ്യുവാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ അതിന് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക, നമ്മൾ പറയുന്നുണ്ട്. എന്തായാലും അതിലോട്ടൊക്കെ വരാം. അപ്പോൾ നമ്പർ ഇതാണ്, നമുക്ക് ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ഇതാണ് നമ്പർ 77 36 70 70 45. ഇനി അപ്പം നമ്മളിപ്പം ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞത്, ഏതൊക്കെ ചാപ്റ്റേഴ്സിലോട്ട് അപ്പം നമ്മളിപ്പം എത്തിയത്? അതെവിടെ അതിനകത്ത് ഇവിടെ ഇവിടെ അതൊക്കെ അങ്ങോട്ട് മാഞ്ഞു പോയാ ഇല്ല, എനിവേ അവിടെ നിൽക്കട്ടെ. അതിവിടെയാണ് അല്ലേ, ഇത്. അപ്പം നമ്മുടെ അപ്പം നമ്മൾ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഇപ്പോൾ ഇവിടെ മാർക്കിലോട്ട് എത്തി. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞ് 28 എത്തി. ഇനി സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമുള്ള മറ്റൊരു ചാപ്റ്ററാണ് ഇവിടെ ബൈനോമിയൽ തിയറം. ബൈനോമിയൽ തിയറം വളരെ സിമ്പിളായിട്ട്, ബൈനോമിയലിൻ്റെ മുന്നേ നിങ്ങൾക്ക് 3D ജോമെട്രി ഉണ്ട്. വളരെ ട്രിക്ക് അറിഞ്ഞ് പഠിച്ചാൽ ഇവിടെ 31 കണ്ടില്ലേ. അപ്പോൾ 11 ഇവിടെ 18 പിന്നെ 22 28 ഇവിടുത്തെ ഇൻട്രൊഡക്ഷൻ 3D 31 വളരെ സിമ്പിളായി 31 പകുതി മാർക്ക് കണ്ടോ, വളരെ പെട്ടെന്ന് കിട്ടിയത്. പിന്നെ 31 കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പോകാവുന്നത് ലീനിയർ ഇനീക്വാലിറ്റി സിമ്പിളാണ്, പക്ഷെ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിവേ അതിനകത്ത് എളുപ്പമാണ്, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പഠിക്കാവുന്നതാണ്. അപ്പം 34 അവിടെ നിന്ന് തന്നെ. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് പോകാവുന്ന ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കോണിക് സെക്ഷൻ. അത് വളരെ എളുപ്പമാണ്. നിങ്ങൾ പലരും വിചാരിക്കും ബുദ്ധിമുട്ടാണ്, പക്ഷെ അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനകത്ത് ട്രിക്കുകളുണ്ട്. സർക്കിൾ ആണെങ്കിലും പരാബോളയാണെങ്കിലും എലിപ്സ് ആണെങ്കിലും ഒക്കെ വളരെ പെട്ടെന്ന് മാർക്ക് നേടാവുന്നതാണ്. നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അപ്പം എത്രയായി? 34 ലീനിയർ ഇനിക്വാലിറ്റിയിൽ. അപ്പം 37 41 വന്നത് കണ്ടോ.
പിന്നെ ബൈനോമിയൽ തിയറം കോണിക് സെക്ഷന് മുന്നേ വേണമെങ്കിൽ നിങ്ങൾക്ക് ബൈനോമിയൽ തിയറം നോക്കാം കേട്ടോ. അതായത് ഇപ്പൊ കോണിക് സെക്ഷൻ 7 അല്ലേ, ബൈനോമിയൽ തിയറം പെട്ടെന്ന് തീരും, 4 ഉണ്ടല്ലോ. അപ്പം 30 ലീനിയർ ഇനീക്വാലിറ്റിയുടെ 34 കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബൈനോമിയൽ തിയറം നോക്കാം ഉടനെ തന്നെ. അല്ലെങ്കിൽ ലീനിയർ ഇനീക്വാലിറ്റിയിലോട്ട് പോകുന്നതിന് മുന്നേ 31 ഇവിടെ ഇൻട്രൊഡക്ഷൻ 3D കഴിഞ്ഞാൽ തന്നെ ബൈനോമിയൽ നോക്കാം. അപ്പം തന്നെ 35 ആയി. പിന്നെ ഇവിടെ ലീനിയർ ഇനീക്വാലിറ്റിയുടെ 3 38 ആയി. പിന്നെ കോണിക് സെക്ഷനിലോട്ട് വരാം. അപ്പം 38ഉം 7ഉം 45. കണ്ടോ, ഇപ്പം തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് 45. ഇനി നിങ്ങൾക്ക് അതിനകത്ത് പോകാവുന്ന ചാപ്റ്റേഴ്സ് ആണ്. കോംപ്ലക്സ് നമ്പേഴ്സ് വേണമെങ്കിൽ 45ഉം. ഇവിടെ കോംപ്ലക്സ് നമ്പേഴ്സ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അതിനകത്ത് മനസ്സിലാക്കിയാൽ എളുപ്പമാണ്. 49 അത് ട്രിക്ക് അറിഞ്ഞ് അതിനകത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ 49 എളുപ്പമാണ്. ട്രിഗണോമെട്രിയിലെ ആ ഒരു എപ്പോഴും വരുന്ന ഒരു കാറ്റഗറി cos 7x പ്ലസ് cos 6x എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കാറ്റഗറി ക്വസ്റ്റ്യൻ. അപ്പം അത് നിങ്ങൾക്ക് നോക്കാം. അതുപോലെ അതിനകത്ത് എളുപ്പമുള്ള ഭാഗങ്ങളുണ്ട്. അപ്പം പിന്നീട് ട്രിഗണോമെട്രി അതുപോലെ അതിലോട്ട് നോക്കാം. അപ്പം തന്നെ അറൗണ്ട് നിങ്ങൾക്ക് ഇപ്പം എന്ത് കിട്ടും, A+ലോട്ടൊക്കെ എത്തി തുടങ്ങി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് എളുപ്പമുള്ള ചാപ്റ്ററാണ് സീക്വൻസ് ആൻഡ് സീരീസ്. നിങ്ങൾ 10th പഠിച്ചതുമായി ബന്ധപ്പെട്ടാണ്, അത് നോക്കാം. ഒപ്പം തന്നെ സ്ട്രെയിറ്റ് ലൈൻ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകാം, എന്നിരുന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് നോക്കി പോകാം. പിന്നെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്. അപ്പോൾ ഓർഡർ വൈസ് ഇങ്ങോട്ട് പോകാം. എപ്പോഴും ഞാൻ പറയാം, ഒരു ചാപ്റ്റർ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം ചിലപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച ചാപ്റ്ററിൽ ഈസി ഭാഗങ്ങളുണ്ടാവും. എല്ലാ ചാപ്റ്ററിലും ഈസി ആയിട്ടുള്ളതുകൊണ്ട്, എന്നാലോ ചിലപ്പം കുറച്ച് ബുദ്ധിമുട്ടുള്ളതുണ്ടാവും. പക്ഷേ നിങ്ങൾ പഠിച്ച ചാപ്റ്ററിന് ചിലപ്പം ബുദ്ധിമുട്ടുള്ളത് വരാം, പഠിക്കാത്തത് ഈസി ആയി വന്നു കഴിഞ്ഞാൽ നിങ്ങളത് മിസ്സാവില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം എന്ത് ചെയ്യുക, ആ ഓർഡറിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഓർഡർ വെച്ച് പോവുക. അപ്പം തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും. പകുതി ആകുമ്പം തന്നെ, ഇപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ പോകുമ്പോൾ തന്നെ ഒരു പകുതി 40 അറൗണ്ട് എത്തുമ്പോൾ തന്നെ നല്ല കോൺഫിഡൻസ് വരും. പിന്നെ ബാക്കി ഇങ്ങനെ അതിനെ ആഡ് ചെയ്ത് ബാക്കി ബുദ്ധിമുട്ടുള്ളോടി നോക്കി അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എത്താൻ പറ്റും, നല്ല മാർക്കിലോട്ട് എത്താൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പം ഇനി മറ്റ് സബ്ജക്ട്സിൻ്റെ സ്ട്രാറ്റജീസുമായിട്ട് ഉടനെ തന്നെ നമുക്ക് വീഡിയോസ് വരാം. നിങ്ങൾ താഴെ ഏതൊക്കെ വീഡിയോസ് വേണമെന്ന് കമൻറ്റ് ചെയ്യൂ. ഒപ്പം തന്നെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു, അത് നിങ്ങൾക്ക് കാണാം. പിന്നീട് അപ്പം നമ്മുടെ ബാച്ചിൽ ആക്സസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മുഴുവനായിട്ട് വീഡിയോ കണ്ട് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യും. സോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അതിനകത്ത് പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ആൾമോസ്റ്റ് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യുവാനുള്ളൊരു അവസരമാണ്. സോ അതിന് വേണ്ടിയിട്ട് ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യൂ കേട്ടോ. 77 36 70 70 45. പിന്നീട് ഞാൻ അതിനകത്ത് പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിപ്പം 2025 വെയിറ്റേജ് ആണ്. ഇത് വെച്ച് നോക്കൂ നിങ്ങൾ, ഈ 2024 ഇപ്പം ഇത് മോഡലാണ് കാണിക്കുന്നത്. 2025 മോഡലിൽ കണ്ടോ, മോഡലും റിലേഷൻ ആൻഡ് ഫംഗ്ഷനൊക്കെ ആ രീതിയിൽ തന്നെ അതിനകത്ത് സെറ്റ്സിൽ മോഡലിൽ സെറ്റ്സിൽ 4 വന്നപ്പോൾ പബ്ലിക്കിൽ കണ്ടോ റിലേഷനിൽ സെറ്റ്സിൽ 7 ആയി. റിലേഷനിൽ മോഡലിന് 7 വന്നപ്പോൾ പബ്ലിക്കിലോ 4 ആയി. അപ്പം മോഡലുമായിട്ട് എന്തുണ്ട്, മാറ്റമുണ്ട്. മോഡലിൽ വന്നതുപോലെയല്ല, സെറ്റ്സിൽ മോഡലിന് എത്രയായിരുന്നു, 4 ആയിരുന്നു. പബ്ലിക്കിന് എന്ത് വന്നു, 7 വന്നു. റിലേഷനിലോ മോഡലിൽ 7 ആയിരുന്നു, പബ്ലിക്കിലോ 4 ആയി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. എന്നിരുന്നാലും ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് അതിനകത്ത് കാണാം. ഇപ്പം ട്രിഗണോമെട്രി 9, അതും ഇവിടെ പബ്ലിക്കിന് 9 ആണ്. കോംപ്ലക്സ് ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് ആ ഒരു ഓർഡർ തന്നെ അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ 3D ആണെങ്കിലും ഒക്കെ അതിൽ തന്നെ അതെ ആ രീതിയിൽ വന്നു. പിന്നെ ഇനി ലാസ്റ്റ് കഴിഞ്ഞ 2024 കഴിഞ്ഞ അതിൻ്റെ മുന്നത്തെ വർഷത്തെ നോക്കുമ്പോൾ അതും റിലേഷൻ ആൻഡ് ഫംഗ്ഷനിൽ 7 മാറി. പക്ഷേ ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് ആ ഒരു റേഞ്ചിൽ തന്നെയാണ് വന്ന് നിന്നത്. അതിനകത്ത് വലിയ രീതിയിൽ മാറ്റങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. സെറ്റ്സും റിലേഷൻ ആൻഡ് ഫംഗ്ഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് കാണാൻ സാധിക്കും. റിലേഷൻ ആൻഡ് ഫംഗ്ഷനിൽ പലപ്പോഴും 7 മാർക്ക് ഉണ്ട് കേട്ടോ. സെറ്റ്സിൽ പലപ്പോഴും കുറവായിട്ടും റിലേഷൻ കുറച്ചുകൂടി വലുതല്ലേ, ഫംഗ്ഷനും കൂടി വരുമ്പോഴേ. എന്തായാലും ആ രീതിയിലൊക്കെ നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് വെയിറ്റേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ലൈക്ക്, കമൻറ്റ്, ഷെയർ കാര്യങ്ങൾ നിങ്ങളുടെ ചങ്കുകളിലോട്ടൊക്കെ ഷെയർ ചെയ്യാൻ നമുക്ക് അടിപൊളിയാക്കാം. പരീക്ഷ മിന്നിക്കണം, പൊടി പാറിക്കണം. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.